അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ വഴി, സൂഫിയാക്കൾ ഔലിയാക്കളുടെ വഴി. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന വഴി. ആ മുസ്തഖീമായ വഴി എന്ന് പറയുമ്പോൾ സൂഫിയാക്കളുടെ ഭാഷയിൽ ത്വരീഖത്ത് എന്ന് പറയും. മഹാന്മാരാകുന്ന ഔലിയാക്കൾ ജീവിച്ച തനതായ രൂപം, വളരെ സൂക്ഷ്മമായ ജീവിതം, കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതം, ഇതാണ് ത്വരീഖത്ത് കൊണ്ട് വിവശ. എങ്കിൽ അതിന് എല്ലാ വസ്തുവിനും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ ത്വരീഖത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരേക്കാൾ കൂടുതൽ ആലിമ്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തസ്കിയത്തുമില്ല, തെർബിയത്തുമില്ല, ആത്മസംസ്കരണവും ഇല്ലാതെ അവരുടെ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന അവരുടെ നേതാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച തോന്നിയാസം വിളിക്കുന്ന ഒരു തരം ഗുണ്ടാ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കേന്ദ്രത്തിൽ നിന്നുള്ള ആണെങ്കിലും ഇവർ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കുറച്ച് മുടി വളർത്തുക, അതുപോലെ കയ്യിൽ എന്തെങ്കിലും റിങ് ധരിക്കുക, റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ട് കെട്ടുക, അതുപോലെ ഈണത്തിലും രാഗത്തിലും ട്യൂണ് വെച്ചുകൊണ്ട് അവർ സാങ്കല്പികമാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഇസ്ലാമിനെയോ മുൻകാല ചരിത്രത്തിലോ യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ അവർക്ക് പറ്റിയ രൂപത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ സാങ്കല്പികം പാടുകയാണെന്ന് പറയുക. ഇതൊക്കെയാണ്. ഇത് പറയുന്നത് ശരിയല്ല, ഈ രൂപത്തിലേക്ക് നിങ്ങൾ ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളെ കണ്ണടിച്ച് ആക്ഷേപിക്കും. അവർ ഔലിയാക്കൾക്കെതിരാണ്, തസവുഫിനെതിരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് മനസ്സിലാകുകയില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നതിന് തന്നെ കോട്ടിമാട്ടുകയാണ്. നമ്മളെ ഒതുക്കുങ്ങലുള്ള നൗഷാദിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമല്ല, അവൻ മനഃപൂർവ്വം കോട്ടിമാട്ടുകയും വേറെന്തെങ്കിലും രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു ഉസ്താദ് കള്ളത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സാധാരണഗതിയിൽ കള്ളത്വരീഖത്തുകാരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കടുകട്ടിയുള്ള പദപ്രയോഗങ്ങൾ, മുറാഖബ പോലത്തെ, നൂറ് തജല്ലി പോലത്തെ വലിയ വലിയ പദപ്രയോഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ പദപ്രയോഗം നടത്താൻ അതിനേക്കാളും വലിയ കട്ടിയുള്ള വാക്കുകളൊക്കെ മൈബദി പോലത്തെ, മുല്ല ഹസൻ പോലത്തെ കിതാബുകൾ നോക്കിയാൽ അതിലുള്ള ഇബാറ തന്നെ ധാരാളമുണ്ട്, അതിൽ തന്നെ ധാരാളം കട്ടിയുള്ള വാക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒതുക്കുങ്ങല നൗഷാദിന് മനസ്സിലായത് തസവുഫും മാരിഫത്തുമൊക്കെ മന്ദിക്കിൻ്റെ കിതാബിൽ ഉണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇതാ ഉസ്താദിനെ തന്നെ അപമര്യാദയായി പച്ചക്ക് തോന്നിയാസം പറയുന്നുണ്ട്. ഇവനെ മുമ്പിലിരുത്തി കിതാബ് ഓതി പഠിപ്പിച്ച ഉസ്താദിനെ തന്നെ ഈ പറഞ്ഞ നൗഷാദ് അപമര്യാദയുടെ പദത്തിൽ പറയുകയും തൻ്റെ ഉസ്താദ് പറഞ്ഞ തസവുഫും അതുപോലെ മൈരിഫത്തൊക്കെ മുല്ല ഹസൻ പോലത്തെ മന്ദിക്കിൻ്റെ കിതാബിലുണ്ട് എന്ന് കൂട്ടിമാട്ടി പ്രസംഗിച്ചു. ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ഉസ്താദ് പറഞ്ഞത് തസവുഫൊക്കെ മന്ദിക്കിൻ്റെ കിതാബിലുണ്ട് എന്നല്ല, കടുകട്ടിയുള്ള പദപ്രയോഗങ്ങൾ അതിലുണ്ട് എന്നാണ്. ഈ കള്ളത്വരീഖത്തുകാർ ഉപയോഗിക്കണേക്കാട്ടും കടുകട്ടിയുള്ള വാക്കുകൾ, പദപ്രയോഗങ്ങൾ അതിലുണ്ട്. അതിനെയാണ് ഇവൻ തസവുഫുണ്ട് എന്ന് വ്യാഖ്യാനിക്കുകയും ആ ഉസ്താദിനെ പച്ചക്ക് തോന്നിയാസം വിളിക്കുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ തന്നെ ഇവനക്ക് പിന്നെ എന്ത് തെർബിയത്തുള്ളത്, ഇവനും എന്ത് ആത്മസംസ്കരണമുള്ളത്. ഇവൻ്റെ ആത്മസംസ്കരണമില്ല, ശരീരത്തിന് സംസ്കരണമില്ല, തൊള്ളയാണെങ്കിൽ പച്ച തോന്നിയാസവും. ഏത് മെമ്പർഷിപ്പ് കള്ളത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്തവൻ്റെയും വായ ടോയ്ലറ്റിന് സമാനമായിരിക്കും, തലച്ചോറും ഈ രൂപത്തിൽ തന്നെ. ഒന്നും കൂടി നിങ്ങൾ കേട്ടു നോക്കി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇവൻ യാതൊരു എളുപ്പമില്ലാതെ പ്രസംഗിക്കുകയാണ്, സുന്നികളായ ആളുകൾക്ക് ഇൽഹാമിനെ നിഷേധിച്ചിരിക്കുന്നു, ഔലിയാക്കൾക്കുണ്ടാകുന്ന ഇൽഹാമിനെ നിഷേധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഇവൻ അന്ന് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇൽഹാം എന്ന് പറഞ്ഞ സംഗതി അത് മഅസൂമികളായ ആളുകളിൽ നിന്നുണ്ടായത് വിശ്വാസയോഗ്യമായി എടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ആളുകൾക്കുണ്ടായത് സ്വീകരിക്കാൻ പറ്റൂല. പച്ചക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്വരീഖത്തിൻ്റെ മെമ്പർമാർ അവരുടെ ഷെയ്ഖിൽ നിന്ന് വരുന്ന ഇൽഹാമുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷെയ്ത്താനിയത്തിൽ കൊടുക്കുന്ന രൂപത്തിലുള്ള പല ധാരണകൾ അവരെ മനസ്സിൽ ഉത്ബോധിക്കപ്പെടുകയും അത് ഷെയ്ത്താനിൽ നിന്നാകാനും സാധ്യതയുണ്ട്. കാരണം എന്താ, ഇവരെ കൂട്ടുമാർ ചേക്കുട്ടിപ്പാപ്പയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്നോ മഹാന്മാരിൽ നിന്നോ ഉണ്ടാകുന്ന ഇൽഹാമിനെ പറ്റിയല്ല പറഞ്ഞത്. ചേക്കുട്ടിപ്പാപ്പയെ പോലുള്ള ഇവൻ്റെ ഷെയ്ത്താന്മാർ, നമ്മളെ ചാത്തമംഗലം സുലൈമാനെ പോലുള്ള ഗുരുവട്ടൂരിലുള്ള മറ്റേ ചേക്കുട്ടി അബ്ദുള്ളയെ പോലുള്ള, അതുപോലെ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്ന കള്ളശേഖിൻ്റെ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇൽഹാമ എന്ന് പറയുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സംഗതികൾ അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ
ഇവൻ നേരെ കൊണ്ടുപോകുന്നത് ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന മഹസൂമികളിൽ നിന്നുണ്ടാകുന്ന അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന ഇൽഹാം സ്വീകരിക്കാൻ പറ്റൂല എന്ന് ലോകത്ത് ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. ഇത് സത്യത്തിൽ എന്താണെന്നറിയാം നിങ്ങൾ? മുസൈലിമത്തുൽ കസാബിനെ പോലുള്ള മിർസ അഹമ്മദ് ഖാദിയാനി പോലുള്ള ആളുകളൊക്കെ നബിയല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മീർസൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കള്ള നബിയുടെ ആളുകൾ ഈസാ നബിക്കും മൂസാ നബിക്കും 1,24,000-ഓളം അംബിയാ മുർസലിങ്ങൾക്കും എതിരാണ് ഇവർ സംസാരിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്നത് പോലെയാണ് സത്യത്തിൽ നൗഷോന്തും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ ഷെയ്ഖിനും ഇവൻ്റെ ഷെയ്ഖിൻ്റെ കള്ളത്തരത്തങ്ങൾക്കുമാണ് പറയുന്നത്. അത് നേരെ കൊണ്ടുപോകും ഔലിയാക്കൾക്കെതിരെ അമ്പിയാക്കൾക്കെതിരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോട്ടിമാട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സത്യത്തിൽ ഇവർക്ക് ഔലിയാക്കളിലും വിശ്വാസമല്ല, അമ്പിയാക്കളിലും വിശ്വാസമല്ല, ഇവർക്ക് ഇവരുടെ ഹോജാലും വിശ്വാസമല്ല ഇല്ലാന്ന്. ഇവർ സത്യത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിയതാണ്. സത്യത്തിൽ നമ്മളുമായി അഭിപ്രായ വ്യത്യാസം തുടങ്ങിയാൽ തന്നെ ഇവൻ്റെ ബിസിനസ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ. അതാദ്യം പറഞ്ഞത് പേരോട് ഉസ്താദായി എന്ന കാരണത്താലാണ് പേരോട് ഉസ്താദിനോട് ഇന്നും അവനോടുള്ള ആ കടിച്ചാ പൊട്ടാത്ത ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ള പ്രശ്നം തന്നെ അതാണ്. അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത്, അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ആ വൈരാഗ്യമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഷിയാക്കള ആയ ആളുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ കള്ളക്കണ്ണീർ വയ്ക്കുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ പേരിൽ ഇവർ കള്ളക്കണ്ണീർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഷിയാക്കളും അതുപോലെ പറഞ്ഞ കുരുവട്ടൂരികളും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. കുരുവട്ടൂരി മാത്രമല്ല, ബാക്കി കള്ളത്തൊരീകത്തുകാരും എല്ലാത്തിൻ്റെയും ഉത്ഭവം ഒന്നാണ്. അല്ലെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കള്ളത്തൊരീകത്തുകാരും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഐക്യദാർഢ്യമായിരിക്കും. ഇവർ നമുക്കിങ്ങനെ തോന്നും അത് വേറെ സാധനം, ഇത് വേറെ സാധനം, മറ്റേത് കുരുവട്ടൂര്, മറ്റേ നൂരിഷി, മറ്റേത് എന്നൊക്കെ ഇങ്ങനെ തോന്നും. യഥാർത്ഥത്തിൽ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം അന്തർധാര ഒന്നായിരിക്കുന്നു മാത്രമല്ല, ഇവർ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തെയും എതിർക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണ്. എല്ലാവരും തുല്യ യോഗ്യരാണ്. അതിൽ അവന്മാരുടെ ഷെയ്ഖിനെതിരെ പറഞ്ഞവർക്കെതിരെ ശക്തമായി രംഗത്ത് വരാനും അതിന് ഏത് രൂപത്തിലാണെങ്കിലും, പച്ച തോന്നിയാസം കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഇനി വല്ല ഏതെങ്കിലും കേസും കൂട്ടുപോയിട്ട് അങ്ങനെ, അടിപിടിയിലാണെങ്കിൽ അങ്ങനെ, എന്തെല്ലാം ഗുണ്ടായുസമാണ്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗതിയെ നമുക്കൊരു ഗുണ്ടാ ഗ്യാങ് ആയിട്ടേ കാണാൻ കഴിയുള്ളൂ. ആലുവയിലൊക്കെ ഉള്ളത് തനിച്ച ഗുണ്ടായുസാണെന്നുള്ളത് നമ്മൾ നടുറോട്ടിലൊക്കെ പലപ്പോഴും പല CC ക്യാമറയിലുമൊക്കെ കണ്ടതുമാണ്. അതിനേക്കാളും ഉണ്ടാത്താണ് സത്യത്തിൽ കുരുവട്ടൂരിസുകൾ. ഇവന്മാർ പിന്നെ തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും പറ്റൂല്ലെങ്കിൽ കുതന്ത്രം കൊണ്ടും ഒതുക്കുമെന്ന് പറഞ്ഞതുപോലെ കള്ളത്തൊരീകത്തുകാരായ ആളുകളൊക്കെയും ആഭിചാരക്രിയ, അതായത് സിഹ്ർ ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണെന്നാണ് നമുക്ക് കേട്ടറിവും അനുഭവത്തിലുള്ളത്. അള്ളാഹു ഹറാമാക്കി എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ അവർ ഹലാലാക്കും. അവർക്കത് ഹലാലാണ്. കാരണം അവരെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലാലാകുന്ന ഈ ഷെയ്ഖ് അള്ളാഹ്ക്ക് പകരം വന്ന ആളാണെന്നാണ് ഈ മൊയന്തുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഹലാലാകുകയല്ലാത്ത വേറെ മാർഗ്ഗമല്ലല്ലോ. ഷെയ്ഖാണെങ്കിലോ ഓൻ്റെ സ്വദേഷ്ടത്തിനും വേണ്ടി ദേഹേച്ഛയെ പിന്തുടർന്നുകൊണ്ട് അവനിഷ്ടമുള്ളതൊക്കെ ഈ മൊയന്തുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നുള്ള ബോധം മീറ്റിങ്ങൾക്കില്ല. അതെങ്ങനെ ഉണ്ടാകുക? ഇവർക്ക് കൊടുത്ത ആ പാലും വെള്ളത്തിലും തേനും വെള്ളത്തിലും സത്യത്തിൽ സീർ ചെയ്ത് കണ്ട മൊയന്തുകളെ കുടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങൾ മയങ്ങിക്കെടുക്കുകയാണ്. ഇവർക്ക് ബോധം വരുന്നില്ല. ഖബർ കാണുന്നത് വരെ ബോധം വരില്ല. ഇവർക്ക് ഇനി ബോധം വരണമെങ്കിൽ പോലെ ഖബറിലെത്തണം. അപ്പോഴാണ് പഠിച്ചവരെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞ് പറ്റിച്ചതാണല്ലോ പഠിച്ചവനെ എന്ന് ബോധ്യപ്പെടുള്ളൂ. മനസ്സിലാവുണ്ടോ?